കുക്കിംഗ് ഒക്കെ പഠിച്ചു തുടങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മുട്ടക്കറിയുടെ വീഡിയോ ആണ്. അതിന് വേണ്ടുന്നത് സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. ഇതിൻ്റെ അകത്ത് സവാള അരിയുമ്പോൾ നമ്മൾ മറ്റുള്ള കറിക്ക് അരിയുന്ന കണക്കല്ല, വെറും ചെറുതായിട്ട് വേണം അരിയാൻ വേണ്ടി. ഇനി ഒരു ചട്ടി അടുപ്പി വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമ്മൾ ഈ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത് ഇത്രയും കൂടി അതിൻ്റെ അകത്തോട്ടിട്ട് ഒരിച്ചിരി ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇത് എത്രത്തോളം വഴറ്റിയെടുക്കുന്നോ അത്രത്തോളം കറിക്ക് ടേസ്റ്റ് കിട്ടും. ഈ സവാള ഒന്ന് പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഉപ്പും കൂടി ചേർക്കുന്നത്. സവാള നമ്മുടെ പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി. ഇത് ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതായത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നല്ലതുപോലെ നമ്മളതിനെ ഇളക്കി കൊടുക്കണം. കുരുമുളക് പൊടി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ബാക്കി ഇത്രയും പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കണം. ഈ സാധനങ്ങളുടെ അളവൊന്നും ഞാൻ പറയാത്തത്, നിങ്ങൾക്ക് എത്രത്തോളം കറിയാണോ വേണ്ടുന്നത് അതനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിന് വേണ്ടുന്ന ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഇനി നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനി ഒന്ന് കുറച്ച് ഈ തക്കാളിയൊക്കെ വെന്ത് ഈ കറിയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കണം. ഈ മുട്ട വേണമെങ്കിൽ ഒന്ന് നടുക്കൂടെ കീറിയിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വരഞ്ഞിട്ടോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ മുട്ടയെല്ലാം ചേർത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു 5 മിനിറ്റും കൂടി അടച്ച് വെച്ചോ അല്ലാതെയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഈ കറി നമ്മുടെ അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ ചോറിൻ്റെയൊക്കെ കൂടെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഇത് പാചകം പഠിച്ചു തുടങ്ങുന്നവർക്ക് മാത്രം വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഇന്ന് മുട്ടക്കറിയൊക്കെ എല്ലാവർക്കും ഒരുവിധം ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാത്ത ഏതെങ്കിലും ചില ആൾക്കാരെങ്കിലും കാണുമല്ലോ, അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.